പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവൻ്റെ മരണത്തിൽ അറസ്റ്റിലായ 3 കൂട്ടുകാരികൾക്കും റിമാൻഡ് കിട്ടി. പ്രായം പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി തള്ളിക്കളഞ്ഞു. അമ്മുവിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. അമ്മുവിൻ്റെ നീതിക്കായി 24 ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് കേസിലെ പോലീസ് നടപടികൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമ്മുവിൻ്റെ 3 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർകുന്നം സ്വദേശി അഞ്ജന എന്നിവരാണ് പ്രതികൾ. ജാമ്യം നൽകിയാൽ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. പ്രതികളിൽ ഒരാളുടെ ലോഗ് ബുക്കാണ് കാണാതായത്. അത് അമ്മു സജീവ് എടുത്തെന്ന് പറഞ്ഞാണ് പ്രധാന തർക്കം. ആ ലോഗ് ബുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണാവസ്ഥയിലിരിക്കുന്ന കേസായതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും പ്രതികളായ പെൺകുട്ടികളുടെ പ്രായം പരിഗണിക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതികൾക്ക് നേരെ ABVP പ്രതിഷേധം. 3 പ്രതികൾക്കെതിരെയും പോലീസ് നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 പത്തനംതിട്ട.